എൻ്റെ പേര് സിജോ. ഞാനിവിടെ ചേർപ്പങ്കൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബെൽജിയത്തിൽ താമസിക്കുന്നു. ഇതെൻ്റെ മോള് 7 മാസം. മോളുടെ പേരെന്താണ്? കുഞ്ഞിൻ്റെ പേരെന്നാ? സേറ എന്നാണ് പേര്. സേറ. 7 മാസം ആയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അവൾക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവർ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല. കേട്ടോ പറഞ്ഞത്? വല്ലവരും കേട്ടോ ഈ പറഞ്ഞത്? ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ പറഞ്ഞേ. എന്ത് കുഴപ്പമുണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മൾ ജീവന് വേണ്ടി തീരുമാനം എടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിനല്ല കൊച്ചിയെ കേട്ടത്. ദൈവത്തിന് സമ്മാനമാ കുഞ്ഞുങ്ങള്. ഒച്ചതി പറയാവോ ഹല്ലേലൂയ? അങ്ങനെ തീരുമാനം ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവർ ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർമാർ ഇത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇത് വല്ലതും പറയണേ. അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറിയുടെ സമയം ആയപ്പോൾ തന്നെ അവർ പറഞ്ഞു ചിലപ്പം കൊച്ചിനെ വെന്റിലേറ്റർ ഇടേണ്ടി വരും, പിന്നെ ചിലപ്പോൾ മരിച്ചായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും, എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചു. ജോയ് ഇവിടെ നേർന്ന് പ്രാർത്ഥിച്ചു. അപ്പം അവളുണ്ടായപ്പം അവൾ തന്നെത്താൻ കരഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പം അവളെ മരിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ആൾക്കാർ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു, മരിച്ചായിരുന്നെങ്കിൽ അങ്ങനെ എടുക്കാൻ, വെന്റിലേറ്ററിലാക്കാൻ വേണ്ടി അങ്ങനെ. അപ്പം ആകെപ്പാട് ഡെഡ് ബോഡി എടുക്കാൻ വേണ്ടി ആളുകൾ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, നമുക്കിത് ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുക, ഒരു ഫീലിങ്ങും ഇല്ലാതെ ചിലരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടം വരിക കേട്ടോ. സത്യത്തില്ല, കൊച്ചു മരിച്ചാൽ കിട്ടുന്നെങ്കിൽ ശവമടക്കാനുള്ള പരിപാടി. ഇനി വെന്റിലേറ്ററിലേക്കാണെങ്കിൽ വെന്റിലേറ്റർ. ഒരു ഹൃദയത്തിൽ വിശ്വസിച്ചു മോൻ നേർച്ച നേർന്നു, പുണ്യാളൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാൽ. അത് കഴിഞ്ഞ് അവളൊരു 45 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഐസിയുലും വാർഡിലൊക്കെ ആയിട്ട്. പിന്നെ ട്യൂബൊക്കെ ഇട്ടായിരുന്നു. അവർക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല, നാക്കും താടിയൊക്കെ ഇച്ചിരി ഉള്ളിലോട്ടാണെന്നും ക്ലെഫ്റ്റ് പാലറ്റൊക്കെ ആയിരുന്നു. അപ്പം അതെല്ലാം 1 വർഷത്തോളം ട്യൂബിലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അവൾ 4 മാസം ആയപ്പോഴത്തേനും ഒരു ട്യൂബ് ഊരി. അത് കഴിഞ്ഞ് പയ്യെ 1 വയസ്സായപ്പം അവൾക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ട്യൂബ് ഊരി. അത് കഴിഞ്ഞ് ഈ വർഷം ആദ്യം മുതൽ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല. എല്ലാം ദൈവത്തിൻ്റെ. ഇപ്പോൾ 1.25 വയസ്സായി. നല്ല സുന്ദരി കൊച്ചായി കേട്ടോ, ചുന്ദരിക്കുട്ടിയായി കേട്ടോ. നമുക്കൊരു 6 മാസമായപ്പോൾ തന്നെ ഉള്ള വായിൽ ഒരു പ്ലേറ്റ് ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അത് അവർ വേറെ രാജ്യത്തു നിന്നാണ് വരുത്തിയത്. പക്ഷേ ആ പ്ലേറ്റ് ഇടാൻ വേണ്ടി നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു പ്ലേറ്റ് ഇടേണ്ട പ്ലേറ്റ് ഇടേണ്ട ആവശ്യമില്ല, അവൾ ഓക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് അവർ റിട്ടേൺ ചെയ്തു. എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അവൾ ഒരു കുഴപ്പവും വരത്തില്ല. അങ്ങനെയുള്ള പിള്ളേരുണ്ട്, അവരൊത്തിരി ജീവിക്കത്തില്ല. പക്ഷേ ഇവള് ഭയങ്കര മിറക്കിളാന്ന് പറഞ്ഞു. നീ എന്നെ സിനിമാ നടിയാണോ കയ്യൊക്കെ പൊക്കി കാണിക്കുന്നത് ഇവിടെ എല്ലാവരും കൂടെ? അതോ ഇലക്ഷൻ നിൽക്കാൻ പോവാണോ? നീ ഇലക്ഷൻ നിൽക്കാൻ പോവാണോ? ഇച്ചിരി പ്രായം വേണം. നോക്കിയോ മക്കളെ, വായിക്കുക. കാരണം താടിയൊക്കെ അങ്ങനെ ഇരുന്നോണ്ടായിരിക്കാം അല്ലേ? താടി താഴോട്ട് ഇരുന്നോണ്ടായിരിക്കും ഈ പ്ലേറ്റ് വെക്കണമെന്ന് പറഞ്ഞേ. നോർമലി അത് ഗ്രോത്ത് ആയിട്ട് വരണമെങ്കിൽ പ്ലേറ്റ് വെക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുമെന്ന് പറഞ്ഞു. പക്ഷെ പ്ലേറ്റ് വെക്കേണ്ട ആവശ്യം വന്നില്ല നമുക്ക്. ഇവിടുന്ന് 2 താടിയും ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ പ്ലേറ്റ് വെക്കും, അങ്ങനെ താടി ഇങ്ങോട്ട് മുന്നോട്ട് നീണ്ടു വരും, അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. കുഞ്ഞിന്റെ പേരെന്നാ? സേറ. ദൈവമേ നോക്കിയ മക്കളെ, ദൈവം എത്ര നല്ലവനാണെന്ന് മാത്രം മക്കൾ ഓർത്താൽ മതി. ഏതൊക്കെ പ്രതിസന്ധി കൂടെ കടന്നു പോകേണ്ടൊരു കുഞ്ഞായിരുന്നു. വലിയ കമ്മലാണല്ലോ ഇട്ടേക്കുന്നത്. അമ്മയുടെ കമ്മലാണോ വാങ്ങിച്ച് നീ ഇട്ടിരിക്കുന്നത്? എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ദൈവം ഈ മണ്ണിലിറങ്ങി നടക്കുന്നൊരു ദൈവമാണ്.
ഹല്ലേലൂയ. ഓക്കേ, എന്തോരം വിഷമം. നിങ്ങൾ മാത്രമേ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു ആ സമയത്ത്. ബെൽജിയം. പിന്നെ വീട്ടിലും ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നപ്പോൾ അവിടെ മോണിറ്ററും സെറിഞ്ച് പമ്പ് ഫുഡും എല്ലാം കൊടുക്കുന്നത് ട്യൂബിൽ കൂടെയായിരുന്നു. കാരണം ഇവൾക്ക് വായിക്കൂടെ അത് സക്ക് ചെയ്യാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു. പിന്നെ 1 വയസ്സായാലേ ഉള്ളൂ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ 2 നേഴ്സുമാരായതുകൊണ്ട് നമ്മൾ തന്നെ ആ ട്യൂബൊക്കെ മാറിക്കൊണ്ടിരുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു എല്ലാം നിങ്ങളുടെ ഒരു ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ കൊച്ചിന് ട്യൂബ് എപ്പോഴും ഇടുക ഊരുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാം ദൈവം ശക്തി തന്നു എല്ലാത്തിനും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കേ, ദൈവത്തെ എത്ര വലിയ അനുഗ്രഹമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യപരാനാഹിരാഹിരാഹിര. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. നീ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തോ ദൈവം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റി. ഇനിയും കുഞ്ഞുങ്ങളെ തന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കട്ടെ. ശബരാനാഹിരാഹിര ശബരാനാഹിരാഹിരാഹിര. കൈയടിച്ച് കർത്താവിന് വിക്കുവിന് നന്ദി പറഞ്ഞു. കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാ